ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ അനങ്ങാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അരെ ഇവിടെ ആള് വ്ളോഗ് എടുത്ത് തുടങ്ങിയപ്പോൾ ഓടാൻ തുടങ്ങി. എടുത്താൽ ഓടണ്ട, താനെ ഈ വ്ളോഗിനകത്തുള്ളേ. യു ഡോണ്ട് ഹാവ് ടു റൺ. ആക്ച്വലി മാഹിൻ ജസ്റ്റ് നാടകം കാണിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് നമ്മൾ വ്ളോഗ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ റിഷാനെ ഓവർടേക്ക് ചെയ്ത് മാഹിൻ പോയി അഡിഡാസ് ടീഷർട്ടൊക്കെ എടുത്തിട്ടു. കാരണം ആള് അറിയാത്ത പോലെ, ഇൻട്രസ്റ്റഡ് അല്ലാത്ത പോലെ ഇരിക്കുന്നത്. പക്ഷേ അഡിഡാസ് ടീഷർട്ടൊക്കെ ഇട്ടു. അത് എന്തിനാന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പോഴും കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. അതും എനിക്ക് എന്തിനാന്ന് അറിയില്ല. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ അടുത്ത് മീനാക്ഷി മോളിൽ പോയായിരുന്നു. മീനാക്ഷി മോളിൽ പോയപ്പോൾ അവിടെ ജോളോ ചിപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ റിഷാനാണോ മാഹിനാണോ എൻ്റെ അടുത്ത് പറഞ്ഞേ? യു ടോൾ. എൻ്റെ അടുത്ത് റിഷാൻ വന്ന് പറഞ്ഞു ജോളോ ചിപ്പ് ചാലഞ്ച് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, വിൽ ആസ്ക് അശ്വിൻ ടു ഈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് അശ്വിന് നേരത്തെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അശ്വിനോട് ചോദിച്ചു തനിക്ക് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ ഞാൻ ആരോ ഓടിച്ചു തന്ന കഷ്ണമാണ് കഴിച്ചതെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ ഇവരും അങ്ങനെ തന്നെ കഴിച്ചിട്ടുള്ളത്. ഞാൻ മാത്രമാണ് ഒരു ചാലഞ്ചിൽ അത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവരോട് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇറ്റ് വാസ് ഹൊറിഫൈങ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 1-2 മണിക്കൂറോളം അത്ര നെഞ്ചുവേനായിരുന്നു, സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയ്ക്ക് നീറ്റിലായിരുന്നു. ഐ ഡോണ്ട് നോ സെയിം സാധനം തന്നെയാണോ ഇപ്പോൾ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്, ഐ ഡോണ്ട് നോ. ആൻഡ് ഐ സിൻസിയർലി ഹോപ്പ് അതാണ് എൻ്റെ പ്ലാൻ. നിങ്ങളെ കൊണ്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഞാൻ പറയും അത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടാണ്, ഞാൻ ഒറിജിനൽ കഴിച്ചുകൊണ്ടാണ് എനിക്കങ്ങനെ അനുഭവം വന്നതെന്ന് ഞാൻ പറയും, അല്ലാതെ ഞാനൊരു പഴമായത് കൊണ്ടല്ല. എനിവേസ്, അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. അശ്വിൻ ഇപ്പോൾ വർക്ക് എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ അശ്വിന് ഇപ്പോഴാണ് അത് ഫ്രീ ആയിട്ട് കിട്ടിയത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വ്ളോഗ്. അശ്വിൻ റെഡിയാണോ? ദീനങ്ങളും കൂടെ ഒരെണ്ണം മേടിക്കായിരുന്നു അല്ലേ? അങ്ങനെ ടൈപ്പ് എസ്കേപ്പ് ചെയ്യാൻ നോക്കണ്ട. എന്നാ അവര് അതാ ചീറ്റിംഗ് അല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വേണ്ട, ഫുൾ കഴിച്ചാലേ അതിന്റെ എഫക്റ്റ് ഉള്ളൂ. അശ്വിൻ അവിടെ ടേക്ക് യുവർ പൊസിഷൻ. നിങ്ങൾ 3 പേരും ഒരുമിച്ചായിരിക്കുന്നത്. നടുക്കിരുന്നോ വേണമെങ്കിൽ അവർ രണ്ടുപേരും. ഐസ്ക്രീം തന്നെ മുമ്പിൽ തന്നെ ഉണ്ടാവും, പേടിക്കണ്ട. ആരാദ്യം ഐസ്ക്രീം എടുത്ത് വായിൽ വെക്കുന്നോ അവർ തോറ്റു. ദേ ഗിവ് അപ്പ്, അത്രേ ഉള്ളൂ. അവരവിടെ ഐസ്ക്രീമൊക്കെ എടുത്ത് റെഡിയാക്കുവാണ്. ജസ്റ്റ് ഒരു ലിറ്റിൽ ബിഗർ തന്നെ നാച്ചോസ്, ദാറ്റ്സ് ഓൾ. നാച്ചോസ് പോലെ തിന്നായിട്ടുള്ള ചിപ്സ്, ദാറ്റ്സ് ഓൾ. ഒറ്റ പീസ് ചിപ്സേ ഉള്ളൂ അത്. ഓക്കെ, ഇത് ഐസ്ക്രീം ഒക്കെ റെഡിയാക്കി. ചലോ ചലോ, സിറ്റ് ഡൗൺ. അശ്വിൻ സിറ്റ് ഡൗൺ. ആക്ച്വലി ക്രഷ്ഡ് ഐസ് ഇല്ലേ, ആ ക്രഷ്ഡ് ഐസ് മാത്രം വേണമെങ്കിൽ എടുത്തു വെച്ചു. വായിക്കാത്ത യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻസൈഡ്. നോ, ജസ്റ്റ് പുട്ട് സം ക്രഷ്ഡ് ഐസ്. ഓക്കെ, ഫാനൊക്കെ ഓഫ് ചെയ്തു, പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ആ പില്ലോ ഒക്കെ മാറ്റിക്കോ, എന്തിനാ ഇത്രയും പില്ലോ? സിറ്റ് ഡൗൺ. അശ്വിൻ ഇച്ചിരി ഇങ്ങോട്ടിരുന്നോ, നല്ല റിഷാൻ ഇരിക്കാൻ സ്ഥലമുള്ളൂ. ഓക്കെ, ടേക്ക് യുവർ പാക്കേജ്. നമ്മൾ ഫാനൊക്കെ ഓഫ് ചെയ്തു, ഇല്ലെങ്കിൽ ഇത് പറക്കും. അശ്വിൻ മനഃപൂർവ്വം പതുക്കെയൊക്കെ തുറക്കുന്ന വെച്ചാൽ തുറക്കാൻ അറിഞ്ഞൂടാത്ത പോലെ, കാരണം പതുക്കെ തുറന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. ആ പാക്കറ്റിനകത്ത് ഒരു പീസ് ഉണ്ടാവും, ദാറ്റ്സ് ഓൾ. എല്ലാവരും ഒരുമിച്ച് തുറന്നോ. സ്ട്രെസ്ഫുൾ. അതിനകത്ത് വെച്ച് പൊട്ടിക്കുക മാഹിൻ, വെറുതെ അവിടെ തറയൊന്നും ഇടണ്ട. അയ്യോ അത്രയ്ക്ക് അയ്യോ കഷ്ടം. കുറച്ച് പിന്നെ ലേസ് തിന്നോണ്ടല്ലേ ഇരുന്നേ, അത്രയ്ക്കുള്ള ഹെൽത്ത് ഫ്രീക്കൊക്കെ മതി. അശ്വിൻ ഇതുവരെ തുറന്നില്ല. റിഷാൻ അശ്വിനൊന്ന് തുറന്നു കൊടുക്കൂ. That's only one piece. ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്.
ഇത് മൊത്തം കഴിക്കണോ? ഒരാൾ അത് ഫുൾ കഴിക്കണം, അത്രേ ഉള്ളൂ. നോ നോ നോ, ആദ്യം നമുക്ക് ഒന്നുമേ തോന്നുന്നില്ല. ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് റാൻഡം ഒരു നാച്ചോസ് ചിപ്സ് പോലെ. ഓക്കെ, ഒട്ടിച്ചും കിട്ടും. അതിൻ്റെ അടുത്തോട്ട് മണപ്പിക്കൊന്നും വേണ്ട അശ്വിൻ. ഓക്കെ, സോ I'll tell 3, 2, 1 and you can eat. ഓക്കെ, പിന്നല്ലാതെ അത് ഒരു ഒറ്റ ട്രയാങ്കിൾ ആണോ? പൊട്ടിപ്പോയതാ. ഓക്കെ, ഏയ് ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട്. ഓക്കെ, 3. ഏയ് മാഹിൻ, yeah, you have to eat everything at once. Okay, come. 3, 2. എന്താണ് സ്ട്രെസ്? Okay, 3. Water before and then. No. Hey, don't do that. Then you lose already. Okay, 3, 2, 1 and go. ചുട്ടും ചുണ്ടിലാക്കാതെ കഴിക്കേ. ആ അശ്വിൻ ഇത്രയും തേച്ചത് മതി കേട്ടോ ചുറ്റും. ഇനി എവിടെയും തേക്കാൻ നിൽക്കണ്ട. കൂടുതൽ അനക്കാതിരുന്നാൽ മതി. വെച്ചത് അവിടെ ആയിക്കട്ടെ. ഇനി അതും ഇതും ചെയ്യാതിരുന്നാൽ മതി. സാധാരണ ഇമോഷൻലെസ് ആണ് മാഹിൻ കൂട്ടത്തില്, റോബോ പോലെ. ഹിയർ ടിഷ്യൂ വെച്ചോ. കയ്യിന്ന് പോയി, മാഹിന്റെ കയ്യിന്ന് പോയി തുടങ്ങി. റിഷാൻ പറഞ്ഞു, റിഷാൻ ആദ്യമേ ഐസ്ക്രീം കഴിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ റിഷാൻ കരയാനൊക്കെ തുടങ്ങി. No reaction. മാഹിൻ is about to cry. No. അശ്വിൻ എവിടെയോ പിടിച്ചു വെക്കുന്നുണ്ട്. റിഷാൻ is crying, literally crying. റിഷാൻ is crying. Okay, I lost. Okay, അശ്വിൻ ഫസ്റ്റ് ഗിവ് അപ്പ് ചെയ്തു. ഓക്കെ, എനിക്ക് ജീവനാണ് വലുത്. പോയി ഇവർ തമ്മിലൊരു സ്റ്റെയറിംഗ് ചാലഞ്ച് തുടങ്ങി. കാരണം ആരാദ്യം വെള്ളം കുടിക്കുന്നുള്ളതായി. ഓക്കെ, അപ്പൊ മാഹിൻ വിന്നർ. വിന്നർ. ഈസി പീസി. Rishan is crying. This is exactly what I did. I ate ice cream. Sit and have. Mine. Have the ice cream. Should you also have? Take a spoon and have ice cream. ഞാനൊന്ന് കുറേ നേരം ഇങ്ങനെയായിരുന്നു പ്രാന്ത് All പിടിച്ചത്. of you take one spoon. Can you have? There, spoon. സ്പൂൺ എടുത്തോ ആശും. ദാ റിഷാന്റെ ഐഡിയ ഇഷ്ടപ്പെട്ടോ? നല്ല ഐഡിയ അല്ലേ? താഴെ വീടാതെ കൈ വെച്ചു. That's okay. കൈ വെച്ചോ അടിയില്. Mine have the ice cream करना. മാഹിൻ തിരിഞ്ഞു നിൽക്കുന്നു. Mine have. മാഹിൻ ചിരിച്ചോണ്ട് നിൽക്കോ. He's turning and laughing. Take the ഒരു spoon. ക്ലോസ് അപ്പ് വായന്റെ. മാഹിൻ is the winner. എന്താടോ? Mine take the ice cream. What happened? ചിരിക്ക്. എന്ത് പറ്റി? What happened? The laughing gas. അശ്വിൻ ചിരിച്ചോണ്ട് നിൽക്കുന്ന എന്താ? It's too funny. So now some more ice cream. You. റിഷാൻ ഡ്രാക്കുളയായി പോയി. മാഹിൻ കൂളായിട്ട് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കിതൊരു പ്രശ്നമേ അല്ല എന്നുള്ള പോലെ. സത്യം പറ, യു ആർ ഫേക്കിംഗ് ഇറ്റ്. മാഹിന് ഒരു പ്രശ്നമില്ലാത്ത പോലെ നടക്കുന്നത്. അതെന്താ?
Mine. Have some ice cream, Kada. ഐസ്ക്രീം കുറച്ചുകൂടെ തരൂ. ദോ ഇരിക്കുന്നു. അല്ല ഐസ്ക്രീം എവിടെ? He's there in the balcony. ആക്ച്വലി ഇല്ലടോ, ക്രഷ്ഡ് ഐസ് ഇല്ലേ, ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻസൈഡ് യുവർ മൗത്ത്. ജസ്റ്റ് ടേക്ക് സം ക്രഷ്ഡ് ഐസ്, പുട്ട് ഇറ്റ് ഇൻസൈഡ് യുവർ മൗത്ത്, യു വിൽ ഫീൽ ഗുഡ്. അശ്വിൻ വെളിയിൽ പോയി നിന്ന് ചിരിക്കുന്ന. അശ്വിൻ ദാ ഇങ്ങ് വാ. Huh? It's okay? How do you take the crushed ice? How do you take it? Oh yes, crushed ice. അശ്വിൻ ദാ ഇത് വായിക്കാത്തിട്ടോ. ഉടമ്പുക്ക് സാധാരണ കുടികൾക്ക് സാധാരണ. റിഷാൻ ഐസ്ക്രീം തിന്നോണ്ടിരിക്കുന്നു. വായിക്കാത്തിട്ട് വെക്കണോ, ഫിൽ യുവർ മൗത്ത് വിത്ത് ഇറ്റ്. ഇനി റിഷൻ ലൈഫിൽ ഈ ചാലഞ്ച് ചെയ്യില്ലല്ലേ. യാ പുട്ട് ഇറ്റ് ഇൻസൈഡ് യുവർ മൗത്ത്. ഐസ് ഒക്കെ എടുത്ത് തട്ടണം വായിക്കാത്തോട്ട്. ബാഡ് ഐഡിയ, വെരി ബാഡ് ഐഡിയ. അശ്വിൻ മായൻ, you want crushed ice? Da. I have a glass full of it. Eat. കരയുന്ന അശ്വിനെ കാണിച്ച് നോക്കട്ടെ. ഇപ്പൊ ഓക്കെ ആയോ? ഓ, അശ്വിൻ ഇസ് ഓക്കെ. മാഹിൻ സ്ലോലി ഗെറ്റിംഗ് ബെറ്റർ. റിഷാൻ മാത്രം ഇപ്പോഴും ട്രോമറ്റൈസ്ഡ് ആയിട്ടിരിക്കുക വെളിയിൽ. പക്ഷെ ഇത് റിഷാന്റെ ഐഡിയ ആയിരുന്നു. അയ്യോ ശരിയായില്ലേ. Take some Hey, other. do some. Ashwin. Da, do the. പഴം കഴിച്ചപ്പോൾ സമാധാനമില്ലേ അശ്വിൻ? എടോ, ഈറ്റ് ബനാന റിഷാൻ. Ashwin feels good with banana. You eat banana, you banana boy. Mine. Have banana. Kada. Mine is totally okay. He's not. അയാൾക്ക് ഒരു കുഴപ്പമില്ല. Because he's not human. അതെ, റിഷാൻ കുറച്ച് നോർമൽ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഇപ്പൊ ഓക്കെ ആയല്ലേ? പഴം ആണ് ഓക്കെ ആക്കിയത്, ബനാന ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ജോളോ ചിപ്പ് ചാലഞ്ച് ചെയ്യുന്നവർക്ക് ഒരു ക്വിക്ക് ടിപ്പാണ്, ബനാന ക്യാൻ ഹെൽപ്പ്. ഒരിക്കലും ചെയ്യരുത്. ജോളോ ചിപ്പ്. യാ, ലോകത്തെല്ലാവരും ചെയ്യുന്ന യൂട്യൂബ് ചാലഞ്ച്. ഒന്ന് ഡൗൺ ആയല്ലേ പഴം കഴിച്ചപ്പോ? ചെറിയ, അതെ. അശ്വിൻ വെയിറ്റ്. വീൽ ഡു. എന്താ റിഷാൻ പറഞ്ഞ കേട്ടില്ല? വീൽ ഡു വൺ മോർ എന്നാ? ആ, നാളെ ചെയ്യാം. അവിടെ താഴെ ഐസ്ക്രീം കിടക്കുന്ന പ്ലീസ് കൊഞ്ച് തുടച്ചു പ്ലീസ്. ഓക്കെ, ആദ്യം ഞാൻ അശ്വിനോട് ചോദിക്കാം. കിറ്റ്കാറ്റ് ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്നു. വാട്ട് ഈസ് യുവർ ആക്ച്വൽ ലൈക്ക് ഒരു റിവ്യൂ, ഓണസ്റ്റ് റിവ്യൂ? അത് കഴിച്ച് എത്ര നേരത്തിലാണ് തനിക്കത് അടിച്ചത്? 10 സെക്കൻഡ്. എവിടെയൊക്കെ എരിയാൻ തുടങ്ങി? അത് അകത്തോ വെളിയിലോ? ഇവിടെ മൊത്തം വെളിയിലും. അപ്പോൾ അവിടെ കയറി ഇത് സ്ലോലി കട്ട് തുടങ്ങി, തൊണ്ട തൊട്ട് നെഞ്ചു വരെ. So you definitely don't recommend it to other people. അയ്യോ എനിക്ക് പറ്റൂലേ. Definitely not for children. ഞാൻ നല്ല എരി കഴിക്കുന്ന ആളാണ്, എനിക്ക് പറ്റിയില്ല. Mahin, your honest review please. No, just honestly tell. You're just 16 years old. So do you recommend this to other 16-year-olds? Yes. You do? Make it more difficult. പക്ഷേ see, people who can't tolerate spice, they can never have it, no? Yes. Yes or no? Like, can they have it or not?
No. So you're telling even if they can't have, they should have. Yes. Yes. Okay, so you're like telling other people to, take up the challenge. Okay, fine. You're not asking them to stay safe. Just take up the challenge. ആരും രക്ഷപ്പെടണ്ട, തിന്നിട്ട് പോയാൽ മതി. Where is Rishan? You're the most affected victim. ഓ നോ ഒന്നും പറയണ്ട, കംപ്ലീറ്റ് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അശ്വിനാണോ കൂടുതൽ എഫക്റ്റഡ് ആയിട്ട് തോന്നിയത്, റിഷാനാണോ എഫക്റ്റഡ് ആയിട്ട്? അയ്യാ, അശ്വിനാണ് ആദ്യം തോറ്റത്. പക്ഷെ ആരാണ് കൂടുതൽ എഫക്റ്റഡ് ആയിട്ട് തന്നെ? എനിക്ക് പേഴ്സണലി എഫക്റ്റഡ് ആയിട്ട് തോന്നിയ റിഷാനാണ്. ഓണസ്റ്റ്ലി എനിക്ക് താനാണ്, ബിക്കോസ് ഐ ഗോട്ട് സ്കേർഡ് ലുക്കിംഗ് അറ്റ് യു. ഐ തോട്ട് വിൽ ഹാവ് ടു കോൾ an ambulance because you became red color. It was too easy. Tomorrow we need one sport for one. കറക്റ്റ്. താൻ റെഡിയാണോ? താൻ ഇല്ലല്ലേ ആ ചാലഞ്ചിൽ? അതിന് നമുക്ക് ദീനങ്ങളിലെ ഇരുത്താം. നാളെ നമുക്ക് ദീനങ്ങൾ ഓടുന്ന കാണാം. ദീനങ്ങൾ അവസാനം കൈലിയൊക്കെ എടുത്ത് ഉരയ്ക്കാൻ തുടങ്ങും നാക്കില്. ആണോ? So Rishan, do you recommend this to other people? They should like try it at least once. Tastes very good. Everyone try one time. It was that good. That's why you were crying. കണ്ണിന്ന് ആനന്ദ കണ്ണുനീര് വന്നു പോയി കഴിച്ചപ്പോഴത്തേക്കും. Ashwin, you'll try once again? No. ഇനി ഇല്ലല്ലേ? വയർ രണ്ടാ കീറി പോച്ചു. So would you try again? Mine, would you try again? You give honest feedback. Like, honestly, you'll try again. You don't mind. Rishan, will you try again? Rishan, will you try again? Like, honestly, you would. Tomorrow only I'll try it. 1 hour from now. Now you know how it feels, no? ചിന്നമ്മയ്ക്ക് ഇത് കണ്ടിട്ട് തന്നെ ട്രൈ ചെയ്യാൻ തോന്നിയില്ലല്ലേ? പറ്റുന്നില്ല. You want to try all this, no? ഓക്കെ, അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് വളരെ കോമഡി ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു കോമഡി സംഭവം കാണാൻ പറ്റി. എന്നെ കൊണ്ട് പറ്റുന്ന ക്ലിപ്പിംഗ്സ് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് ബ്ലോഗിനകത്ത്. ഐ തിങ്ക് റിഷാൻ വാസ് ദ മോസ്റ്റ് അഫക്റ്റഡ് പേഴ്സൺ. റിഷാൻ അത് ഭയങ്കരമായിട്ട് മുഖമൊക്കെ അങ്ങ് ചുവന്ന് കരയാൻ തുടങ്ങി. റിഷാൻ നോക്കിയപ്പോൾ റിഷാൻ ഐസ്ക്രീം തിന്നുമായിരുന്നില്ല. റിഷാൻ ഐസ്ക്രീമിനെ റേപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അവിടെ വെളിയിരുന്ന്. ഇപ്പോഴും ആൾ ആ ട്രോമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഹിൻ പിന്നെ പൊതുവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് കാണിക്കത്തില്ല. കുറച്ച് ആൾക്ക് മറ്റേ അതെ ലൈക്ക് ആൾ കുറച്ച് ടഫാണെന്ന്. കാരണം ഇവിടെ അയൽവക്കത്തെ പിള്ളേർ അവനെ എടുത്തിട്ട് ബുള്ളി ചെയ്യും എന്തെങ്കിലും കാണിച്ചാൽ. അപ്പോൾ അശ്വിൻ പിന്നെ അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ കാണിക്കും. അത് കാണിക്കുകയും ചെയ്തു. ആദ്യമേ ഗിവപ്പ് ചെയ്തു, ഓടി, വെള്ളം എടുത്തുകൊണ്ട് ഓടി. ഞാനായിരുന്നെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ പ്രഗ്നൻ്റ് അല്ലായിരുന്നെങ്കിൽ ഞാനും ഇരുന്നേനെ. പക്ഷേ ഞാൻ അശ്വിന് മുന്നേ ഗിവപ്പ് ചെയ്തേനെ. കാര്യം എനിക്ക് ഒട്ടും പറ്റത്തില്ല, ഞാൻ അപ്പോൾ തന്നെ കാണിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ജോളോ ചിപ്പ് ചാലഞ്ച് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ വിത്ത് മോർ എക്സൈറ്റിംഗ് വ്ളോഗ്സ്. ടിൽ ദെൻ ബൈ. എല്ലാവരും ഒരു ബൈ പറഞ്ഞോ. റിഷാൻ ബൈ.